കരുണരസം കരകവിയും കഥ പറയാം പക്ഷേ കരളുരുകി കരളുരുകി കരയരുതിന്നാരും കരയരുതിന്നാരും. മഹാകവി ചങ്ങമ്പുഴയെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമംഗളം പര്യവസാനിച്ചു. സഖാക്കളെല്ലാവരും വിപ്ലവ പ്രതിജ്ഞ പുതുക്കി നാടിൻ്റെ നാനാഭാഗത്തേക്ക് തിരിച്ചുപോയി. സഖാവ് MV ഗോവിന്ദൻ മാഷിനെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് വീട്ടിൽ തെരഞ്ഞെടുത്തു. 75 വയസ്സ് പൂർത്തീകരിച്ച സകല ആളുകളെയും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും നിർദ്ദയം ഒഴിവാക്കി. ഒരാളെ മാത്രം ഒഴിവാക്കിയില്ല. അത് നമ്മുടെ സംസ്ഥാനത്തെ കാരണഭൂതനും അഖില കേരള ചക്രവർത്തിയും പാർട്ടിയുടെ പരമോന്നത നേതാവുമായ കേരള സ്റ്റാലിൻ അല്ലെങ്കിൽ മലയാള മുസോളിനി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മഹാനായ പിണറായി വിജയൻ സഖാവിന് മാത്രമാണ്. അദ്ദേഹത്തെ ഒഴിവാക്കിയ പിന്നെ പാർട്ടിയില്ല. കാരണം മാർക്സിസം ലെനിനിസം അല്ല, പിണറായിസമാണ് ഇപ്പോഴത്തെ ഈ അഭിനവ വിപ്ലവ പാർട്ടിയുടെ സൈദ്ധാന്തിക അടിത്തറ. പിണറായി ഇല്ലെങ്കിൽ പാർട്ടിയില്ല, പാർട്ടിയില്ലെങ്കിലും പിണറായി ഉണ്ടാവും. ഇതാണ് അവസ്ഥ. അപ്പോൾ പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കുക, കാരണഭൂതൻ്റെ കാലശേഷം മരുമകന് കസേര കിട്ടത്തക്ക രീതിയിൽ എല്ലാ കമ്മിറ്റികളും സജ്ജീകരിക്കുക, ഇതാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രാഥമികമായ ഉദ്ദേശം. പിന്നെ ഗോവിന്ദൻ മാഷിൻ്റെയും വിജയരാഘവൻ്റെയൊക്കെ ചില സ്വന്തക്കാർക്ക് ബർത്ത് ഉറപ്പിക്കാനും ഇതുകൊണ്ട് സാധിക്കും. ഇവിടെ നേടിയവരെക്കുറിച്ചല്ല, നഷ്ടപ്പെട്ടവരെക്കുറിച്ചാണ് ഈ എപ്പിസോഡ്. നേടിയവരെക്കുറിച്ച് സൈദ്ധാന്തികമായിട്ട് നമുക്ക് വേറൊരു അവസരത്തിൽ വിശകലനം ചെയ്യാം എന്ന് വിചാരിക്കും. ഇവിടെ പ്രധാനമായിട്ടും നഷ്ടപ്പെട്ട ആൾ എന്ന് പറയുമ്പോൾ എൻ്റെ ചങ്ക് കണ്ടിച്ചു പോകുന്നത് പ്രിയപ്പെട്ട AK ബാലനാണ്. അദ്ദേഹം പ്രായം 75 ആയെങ്കിലും ആൾ ബാലനാണ്, ശിശുവാണ്, കുട്ടിത്തം നിറഞ്ഞ ഒരു ഹൃദയമാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ആ സങ്കടം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കടോര ഹൃദയനായ എനിക്ക് പോലും സങ്കടമാണ്. ഞാൻ അങ്ങനെ വികാരാധീനനാവുന്നൊരു സ്വഭാവക്കാരനെയല്ല. പക്ഷെ ബാലേട്ടൻ ഈ പ്രായത്തിൽ ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് വിതുമ്പുന്ന കണ്ടപ്പോൾ ഈ ശിലാഹൃദയനായ എൻ്റെ മനസ്സ് തേങ്ങിപ്പോയി. കാരണം അദ്ദേഹത്തെ പോലെ ഒരു ഇരുത്തം വന്ന സഖാവിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു പെരുമാറ്റമല്ല. കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടി ചേരുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ബാലേട്ടൻ വളരെ ചെറുപ്പത്തിൽ തന്നെ പാർലമെൻറ്റ് അംഗമായ ആൾ, പിന്നീട് പലതവണ നിയമസഭാംഗമായി, 2 തവണ മന്ത്രിയായി, 2 തവണ യാതൊരു ചീത്തപ്പേരും കേൾപ്പിക്കാതെ ഭരണം പൂർത്തീകരിച്ചു. അദ്ദേഹം പിന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ട് പ്രവർത്തിക്കുക. പ്രായപരിധി എല്ലാവർക്കും ബാധകമാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. മനുഷ്യൻ ജനിച്ചാൽ മരിക്കും എന്ന് പറഞ്ഞ പോലെ കമ്മിറ്റിയിൽ കയറി കഴിഞ്ഞാൽ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അങ്ങനെ അതിന് എക്സെപ്ഷനായിട്ട് ഒരാളേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നവരെ അദ്ദേഹത്തിന് തുടരാം. പക്ഷേ ബാക്കിയുള്ളവർക്ക് അത് പറ്റില്ല. ശ്രീമതി ടീച്ചർക്ക് പറ്റില്ല, ബാലേട്ടനും പറ്റില്ല. ആനത്തലവട്ട ആനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് പറ്റുമായിരുന്നില്ല. എന്തിന് ആനാവൂർ നാഗപ്പനെ ഒരു ഒഴിവാക്കി? ആനാവൂർ നാഗപ്പനെ ഒഴിവാക്കാമെങ്കിൽ പിന്നെ ബാലിനെ ഒഴിവാക്കാൻ പാടില്ല, ഒഴിവാക്കാം. പക്ഷേ ബാലേട്ടൻ അപ്പോഴും പ്രതീക്ഷിച്ചു പുള്ളിക്ക് ഒരു എക്സെപ്ഷൻ കൊടുക്കും. പട്ടിക സമുദായക്കാരനാണ്. പിന്നെ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ബ്രണ്ണൻ കോളേജിൽ പഠിച്ചാണ്. ഇദ്ദേഹം യൂണിയൻ ചെയർമാനായിരുന്നു, SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു, ദേശീയ പ്രസിഡൻ്റായിരുന്നു, മറ്റു പലതുമായിരുന്നു. അങ്ങനെയുള്ള ബാലേട്ടനെ കൈവിടും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. പുള്ളി അവസാന നിമിഷം വരെ വിചാരിച്ചത് ഈ മെറിറ്റ് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ഇളവ് കൊടുക്കും എന്നാണ്. പിണറായി വിജയന് ഇളവ് കൊടുക്കാമെങ്കിൽ ബാലനും ഇളവ് കൊടുക്കാം. ബാലന് ഇളവ് കൊടുത്താൽ പിന്നെ ശ്രീമതി ടീച്ചർക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പിണറായി വിജയൻ എന്ത് ചോദിച്ചാൽ ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദ ഞാനൊഴികെ വേറെ ഒരാൾക്കും ഇളവില്ല. ഗോവിന്ദൻ അങ്ങനെ എന്താണ് മറ്റേ ഈ ഭാസ്കര പട്ടേലരും തുമ്മിയും എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. പട്ടേലർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും എസ് മൂളുന്ന ജോലിയുള്ളൂ ഗോവിന്ദൻ മാഷ്. അങ്ങനെ പിണറായി പട്ടേലർ കൽപ്പിച്ചു, ഗോവിന്ദൻ തുമ്മി അതനുസരിച്ചു. അങ്ങനെ ബാലേട്ടൻ ഔട്ടായി, ശ്രീമതി ടീച്ചർ ഔട്ടായി, ആനാവൂർ നാഗപ്പൻ ഔട്ടായി. പിന്നെ ഇവരൊക്കെ പോകുമ്പോൾ ഈ സ്ഥാനത്തേക്ക് കയറി വരാമെന്ന് ആഗ്രഹിച്ച പ്രതീക്ഷിച്ച ഇലവ് കാത്ത കിളി പോലെ കാത്തിരുന്ന ആളാണ് സഖാവ് P ജയരാജൻ. കൊക്കിലി ജീവനുണ്ടെങ്കിൽ P ജയരാജനെ സെക്രട്ടേറിയറ്റിൽ എടുക്കില്ല എന്ന് ഗോവിന്ദൻ മാഷ് തീരുമാനിച്ചു. അതിന് വിജയൻ സഖാവും കൂട്ടുന്നു. കാരണം ജയരാജൻ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ട്, പിന്തുണയുണ്ട്. വിജയന് ശേഷം ജയരാജനായിരിക്കും പാർട്ടിയെ നയിക്കുക എന്ന് വിചാരിച്ച ആളുകൾ ഒരുപാട് പേരുണ്ട്, അങ്ങനെ വിശ്വസിച്ചവരുണ്ട്. പക്ഷേ അവരെയൊക്കെ ഈ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് കൈക്കല കൂടാതെ എടുത്തു മാറ്റിയത്.
അദ്ദേഹത്തെ വടകരയിൽ പാർലമെൻറ്റിലേക്ക് നിർത്തി വിജയകരമായിട്ട് തോൽപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തെ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ട് ശോഭന ജോർജ് ഇരുന്ന സ്ഥലത്ത് നിയമിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയ മനുഷ്യൻ്റെ അവസ്ഥ. ഈ പാർട്ടിയിലേക്ക് തെണ്ടി കയറി വന്ന ശോഭന ജോർജ് ഇരുന്ന കസേരയിലാണ് പരിണതപ്രജ്ഞനായ ഇരുത്തം വന്ന പാർട്ടിക്ക് വേണ്ടി ഒരു കൈ പോലും നഷ്ടപ്പെടുത്തിയ ജയരാജനെ പാർട്ടി ഇരുത്തിയത്. ആ അപമാനം സഹിച്ചു. പിന്നെയാണ് സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കാതിരുന്നത്. അങ്ങനെ അപമാനങ്ങൾ ഏറ്റുവാങ്ങിയ ജയരാജൻ്റെ ജീവിതം പിന്നെയും ബാക്കി. ഈ രണ്ടു പേർക്ക് ഉണ്ടായ നഷ്ടം വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ളവരാരും പറയേണ്ടതില്ലല്ലോ. പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയ മരത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് ബൈബിളിൽ പറഞ്ഞിട്ട് അത് തന്നെ ബാക്കി ആൾക്കാർക്കും സംഭവിച്ചു. പത്മകുമാർ എന്ന് പറഞ്ഞൊരു പുങ്കവനുണ്ട്. ഇയാൾ നേരത്തെ 25ാമത്തെ വയസ്സിൽ ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞു, 30 വയസ്സിൽ MLA. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മത്സരിച്ച മണ്ഡലത്തിൽ നിന്ന് മാറ്റി വേറെ മണ്ഡലത്തിൽ പോയി മത്സരിക്കാൻ പറഞ്ഞു. പരിണതഫലം പുള്ളി ജയിച്ച കോന്നിയിൽ തോറ്റു. പുള്ളി രണ്ടാമത് പോയി മത്സരിച്ച ആറന്മുളയിൽ തോറ്റു. അങ്ങനെ അദ്ദേഹം മുൻ MLA. പിന്നീട് അദ്ദേഹത്തെ പാർട്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി. ഇദ്ദേഹത്തിൻ്റെ തലയെഴുത്തിൻ്റെ വലിപ്പം കൊണ്ട് സുപ്രീം കോടതി വിധി ആ സമയത്തുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് RSSകാരനെയും കോൺഗ്രസ്സുകാരനെ ഒരുപാട് ആട്ടും തൂപ്പും അത്യാവശ്യം ഇടി സഹിക്കേണ്ടി വന്ന ആളാണ് പത്മകുമാർ. ആ സഖാവിന് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് മരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. 52 കൊല്ലമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി വെയിലുമുണ്ട്, വെള്ളം കോരി, പോസ്റ്റ് ഒട്ടിക്ക്, മതിലെഴുതൊക്കെ ചെയ്താണ്. ഇന്നലെ പോയിട്ട് മിനിങ്ങാന്ന് കയറി വന്ന വീണ ജോർജ് അവർ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായിട്ട് മാറിയപ്പോൾ പാവം പത്മകുമാറിന് സീറ്റ് കിട്ടിയില്ല. പത്മകുമാറിന് വലിയ സങ്കടമുണ്ട്. അദ്ദേഹം വിങ്ങിപ്പൊട്ടി. ചതി, വഞ്ചന എന്നൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. പുള്ളി താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന പടവും അതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്തു. എന്താ കാര്യമുണ്ട്? വല്ല വിശേഷമുണ്ട്? മലയാള മുസോളിനി പാർട്ടി ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തൊമ്പിയായിട്ട് ഗോവിന്ദമാഷ് നിൽക്കുമ്പോൾ പത്മകുമാറിന് എന്ത് കിട്ടാനുണ്ട്? വീണ ജോർജ് നല്ല വാഗ്ദാടിയുള്ളൊരു സ്ത്രീയാണ്. വിജയൻ സാറിനെ കാണുമ്പോൾ വേണ്ട രീതിയിൽ ബഹുമാനിക്കാൻ അവർക്കറിയാം. പിന്നെ മലങ്കര സഭയുടെയും പരിശുദ്ധ കാതോലിക്ക ബാബയുടെയും പിന്തുണയുണ്ട്. പക്കേമേസ് തിരുമേനി, അതുപോലെ ബെസലിയോസ് തിരുമേനി, മറ്റ് തിരുമേനിമാരൊക്കെ വീണയ്ക്ക് വേണ്ടി പറയും. പത്മകുമാറിന് വേണ്ടി പറയാനായിട്ട് നമ്മുടെ സമുദായ ഉടമസ്ഥൻ സുകുമാരൻ നായർ പോലും തയ്യാറാവില്ല. അതുകൊണ്ട് പത്മകുമാർ താഴെപ്പെട്ടു. വീണ ജോർജ് ക്ഷണിതാവായി. പിന്നെ വീണ ജോർജിൻ്റെ സംസ്ഥാന കമ്മിറ്റി എടുത്തിൽ വേറൊരു അപകടമുണ്ട്. വീണ ജോർജിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്നത് സഖാവ് സജീവനാണ്. സജീവൻ നേരത്തെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതിന് പ്രശ്നം എന്താ വെച്ചാൽ ഈ മന്ത്രിയെ കാണുമ്പോൾ സെക്രട്ടറി എഴുന്നേൽക്കുകയാണ് സാധാരണ പതിവ്. വീണ ജോർജിൻ്റെ കാര്യത്തിൽ മറിച്ചാണ്. സജീവനെ കാണുമ്പോൾ വീണ ജോർജ് എഴുന്നേറ്റ്. കാരണം വീണ ജോർജ് ഏരിയ കമ്മിറ്റി അംഗമാണ്. പിന്നീട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലേക്ക് സമീപകാലത്ത് ഉൾപ്പെടുത്തി. ആ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ കാണുമ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗം എഴുന്നേക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റി അംഗത്തെ കാണുമ്പോൾ ഏരിയ കമ്മിറ്റി അംഗം എഴുന്നേക്കണം. അങ്ങനെ വീണ ജോർജ് നിരന്തരമായിട്ട് സെക്രട്ടറി സജീവനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. ആരോഗ്യവകുപ്പിലെ എല്ലാ ഫയലുകളും സജീവൻ തീരുമാനിക്കും. സജീവൻ വിരൽ വെക്കുന്നിടത്ത് ഒപ്പിടുന്ന ജോലിയെ വീണ ജോർജിനുള്ളൂ. ഇത് ലോകത്തെ എല്ലാ ആൾക്കാരും അറിഞ്ഞു. അപ്പോൾ വീണ ജോർജിന് ഈഗോ ഹർട്ടായി. അവർ പോയിട്ട് മുഖ്യനോട് പരാതി പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ക്യാപ്റ്റ, ഈ പാവപ്പെട്ട് എന്നെ ഇങ്ങനെ പീഡിപ്പിക്കരുത്. ഇത് സജീവനെ കാണുമ്പോൾ എഴുന്നേറ്റേക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ നാട്ടുകാർ മുഴുവൻ ഇത് അറിഞ്ഞാൽ വലിയ ചീത്തപ്പേരല്ലേ. അങ്ങനെ പിണറായി വിജയൻ്റെ ശിലാഹൃദയമായിരുന്നു. അവർക്ക് ഒരു ക്ഷണിതാവായിട്ട് സ്ഥാനം കൊടുത്തു. ക്ഷണിച്ചാൽ പോകാമെന്ന് മാത്രം. സംസ്ഥാന കമ്മിറ്റിയിൽ പോയിട്ട് വീണ ജോർജ് എന്ത് ചെയ്യാൻ? വീണ ജോർജ് അവിടെ പോയി വെറുതെ ഈ സൈദ്ധാന്തിക ചർച്ച കേട്ട് ബോറടിച്ച് കോട്ടുമായിട്ടിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ക്ഷണിതാവായിട്ടെങ്കിലും കിട്ടി. ഇനി മേലിൽ സജീവനെ കാണുമ്പോൾ വീണ ജോർജ് എഴുന്നേറ്റേക്കോ ഇല്ലെന്ന് നമുക്കറിയില്ല. എഴുന്നേൽക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എന്താ വെച്ചാൽ സജീവൻ അവിടുത്തെ ഒരു ഇരുത്തം വന്ന മെമ്പറാണ്. വീണ ജോർജ് ഒരു വെറും ക്ഷണിതാവ് മാത്രമാണ്. ഏതായാലും അങ്ങനെ വലിയൊരു പോക്കണം കേട്ടിൽ നിന്ന് അവരെ രക്ഷിച്ചു. അതിന് നമ്മളെല്ലാവരും നന്ദിയുള്ളവരായിരിക്കും. കാരണം ആരോഗ്യവകുപ്പിൻ്റെ ഒരു പ്രസ്റ്റീജ് കൂടി ഇതിനകത്തുണ്ട് എന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുന്നു. പിന്നെ MP രാജേഷാണ്. രാജേഷിനെ സെക്രട്ടേറിയറ്റിൽ എടുക്കും എന്ന് മാതൃഭൂമിക്കാരെ എഴുതിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പുള്ളി എടുക്കില്ല എന്ന്. MP രാജേഷിനെ എടുക്കാതിരുന്ന രണ്ട് കാരണമുണ്ട്. ഒന്നാമത് ഈ മരുമകൻ്റെ സ്ഥാനാരോഹണം ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതിൽ നിന്ന് ബാലഗോപാലിനെ രാജീവിനെ എങ്ങനെ പറഞ്ഞു വിടണം എന്നാണ് കാരണഭൂതനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇനി രാജേഷിനെ കൂടി കയറ്റിവെക്കുന്നത്. നല്ല കാര്യമില്ല. അപ്പോൾ രാജേഷിനെ താഴ്ന്നതിൽ യാതൊരു അത്ഭുതമില്ല. രാജേഷിനെ സെക്രട്ടേറിയറ്റിൽ എടുത്തെങ്കിൽ അതാകുമായിരുന്നു വാർത്ത. ഷംസീറിൻ്റെ കാര്യം ഒട്ടും വ്യത്യസ്തമല്ല. ഷംസീറിന് പിന്നെ മേനി തടിക്കാം, ഞാൻ സ്പീക്കറായതുകൊണ്ടാണ്, അല്ലെങ്കിൽ വിജയേട്ടൻ എന്നെ സെക്രട്ടേറിയറ്റിൽ അല്ല കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തേനെ എന്ന് പറയാൻ. അതുകൊണ്ട് യാതൊരു വ്യത്യാസവുമില്ല. ഇതുപോലെ ഓരോ ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട്. വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതമാക്കിയതിനേക്കാളും വലിയൊരു അതിക്രമം എന്ന് പറയുന്നത് നമ്മുടെ ബിന്ദുവിനെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്താണ്. ഈ ബിന്ദുവിനെ പോലെ ഇത്ര സുഖലോലുപമായ ജീവിതം നയിച്ച പാർട്ടിക്ക് വേണ്ടി ഒരു ജാഥയ്ക്ക് പോവുകയും മുദ്രാവാക്യം വിളിക്കുകയോ ഒന്നും ചെയ്യാതെ
സംസ്ഥാന കമ്മിറ്റിയിലെത്തിയ ഒരംഗവും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല എന്നുള്ളതിന് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ബിന്ദു കോളേജിൽ പഠിക്കുമ്പോൾ SFI ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. പിന്നെ വിജയരാഘവനെ പ്രേമിക്കുകയും കല്യാണം കഴിക്കുകയും ചെയ്തു. അത് വലിയ ത്യാഗമാണ്. അതിൻ്റെ ആ ത്യാഗത്തിൻ്റെ ഫലമായിട്ട് കേരളോർമ്മ കോളേജിൽ അധ്യാപികയായിട്ട് ജോലി കിട്ടി. അപ്പോഴും പാർട്ടിക്കാരിയാണ് എന്നാണ് ഭാവം. പാർട്ടിയുടെ ഒരു ഘടകത്തിൽ അവർ പ്രവർത്തിച്ചിട്ടില്ല. വർഗ ബഹുജന സംഘടനയിൽ പ്രവർത്തിച്ചിട്ടില്ല. AKPCTയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ആ ഒരു മെമ്പർഷിപ്പിൻ്റെ ബലത്തിൽ തൃശ്ശൂർ മുനിസിപ്പൽ മേയറായി. അന്നും ഒരുപാട് പ്രവൃത്തി പരിചയമുള്ള മെമ്പർമാർ, കൗൺസിലർമാർ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഉണ്ടായിരുന്നു. പക്ഷേ മേയറാകാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ യോഗം ഉണ്ടായത് ടീച്ചർക്കാണ്. അങ്ങനെ ടീച്ചർ 5 കൊല്ലം മേയറായിട്ടിരുന്നു. മേയർ സ്ഥാനം കഴിഞ്ഞ് വീണ്ടും കേരളോർമ്മ കോളേജിലേക്ക് പോയി. വേറെവർ ഐ ഗോ ഐ ടേക്ക് ദ പാർട്ടി ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞ അവസ്ഥയിലായി. അങ്ങനെ ടീച്ചർ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായി. അതിനൊക്കെ ഡോക്ടറേറ്റ് എടുത്തു. പിന്നെ വൈസ് പ്രിൻസിപ്പളായി. പ്രിൻസിപ്പളിൻ്റെ ചാർജ് വഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. വളരെ സുരക്ഷിതമായൊരു സീറ്റ് അന്ന് പാർട്ടി സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന സഖാവ് വിജയരാഘവൻ ഭാര്യയ്ക്ക് കൊടുത്തു. അതാണ് ഇരിഞ്ഞാലിൻ്റെ സീറ്റ്. അങ്ങനെ പ്രൈഡ് ഓഫ് ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ടീച്ചർ ഇരിങ്ങാലക്കുട MLA ആയിട്ട് വെറുതെ ഇരിക്കാൻ പാടുണ്ടോ? പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ. അപ്പോൾ വിജയരാഘവൻ പറഞ്ഞു, സഖാവേ എൻ്റെ ഭാര്യയ്ക്ക് കൂടി ഒരു സീറ്റ് കൊടുക്കും, നിങ്ങളുടെ മരുമോ മാത്രം ഇരുന്നാൽ പോരല്ലോ. അപ്പോൾ ശരി എന്നാൽ കൊടുത്തു കളയാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടിരിക്കാൻ പാടുണ്ടോ? അത് പാടില്ല. അങ്ങനെ അവർ സംസ്ഥാന കമ്മിറ്റി അംഗമായി. ഇനിയിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ വന്നാലും നമ്മൾ ഞെട്ടാനൊന്നുമില്ല. ഇതാണ് സ്ഥിതി. പാർട്ടിയിലെ ഏതെങ്കിലും നേതാവിൻ്റെ ഭാര്യയോ കാമുകിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധുവാണെങ്കിൽ അല്ലെങ്കിൽ മകളെ കെട്ടിയവനാണെങ്കിൽ ഇത് പാർട്ടിയിൽ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് വരുന്നു. അല്ലാണ്ട് ജയരാജനെ പോലെ വെട്ടുകൊണ്ട ആളാണെന്നു അല്ലെങ്കിൽ ബാലനെ പോലെ പണ്ട് ബ്രണ്ണൻ കോളേജിൽ ഒരുമിച്ച് പഠിച്ചാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇത് പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോഴത്തേക്കും പാർട്ടി കോൺഗ്രസ്സായിട്ട് മാറും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വ്യത്യാസം. ഏതായാലും നടക്കട്ടെ. ലാൽ സലാം. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും നേതാക്കൾക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ. നഷ്ടപ്പെട്ട ആളുകളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കഥൻ്റെ രസം കരകവിയും കഥയാണ്. അത് പറഞ്ഞാൽ ഞാനും കരഞ്ഞു. ഇപ്പം തന്നെ എൻ്റെ തൊണ്ട ഇടറി തുടങ്ങി. തൽക്കാലം നിർത്തുന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.